ബിരിയാണി ലവേഴ്സിൻ്റെ ഏറ്റവും ഫേവറേറ്റായ പൊരിച്ച കോഴി ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കാം. വായോ. വെളിച്ചെണ്ണ ചൂടാക്കി നൈസായി അരിഞ്ഞ ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്ത് കോരുക. അതേ എണ്ണയിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത ചിക്കൻ ഹാഫ് ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യുക. വേറൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ക്യാരറ്റ്, ഉള്ളി, അരി, കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള ലെവലിൽ അരി അടുപ്പത്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കോരുക കേട്ടോ. ചിക്കൻ കോരിയതിന് ശേഷം അതിൽ നിന്ന് എണ്ണ ഒരു കുക്കറിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് ഒരു 2 സവാള, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, 2 തക്കാളി എന്നിവ ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയിട്ട് ഒരു 3 വിസിലിന് വേവിക്കാൻ വയ്ക്കാം. ആ സമയം പറ്റും നമ്മുടെ ചോറൊന്ന് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറൊന്ന് പൊത്തിയിട്ട് അടച്ച് തീ ഓഫാക്കി വെക്കാം. ആ സമയം നമ്മളെ ഉള്ളി വിസിൽ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ചിക്കൻ പൊരിച്ച അതേ പാത്രത്തിലേക്ക് തന്നെ കൊട്ടിയിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല ഇതിട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2-3 സ്പൂൺ തൈരും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മുടെ വറുത്ത് വെച്ച ചിക്കനും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മല്ലിയില, പുതിനയില ഇങ്ങനെയുള്ള ഇലകളൊക്കെ അതും ചേർത്ത് നന്നായി ഇളക്കി നമ്മുടെ മസാല റെഡിയാക്കുക. അപ്പോൾ നമ്മുടെ ചോറ് വെള്ളം വാർന്ന് റെഡി ആയിട്ടുണ്ടാവും. ആ ചോറ് ഈ ബിരിയാണിയുടെ മുകളിലേക്ക്, മസാലയുടെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പൊത്തി വയ്ക്കുക കേട്ടോ. പൊത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ ഡെക്കറേഷനുള്ള ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാ സാധനങ്ങളും ചേർത്ത് മല്ലിയിലയും ചേർത്ത് കുറച്ച് ബിരിയാണി മസാല ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കുക. ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി അതും കൂടെ ഒഴിക്കുക. അതിനുശേഷം നല്ല കട്ടിയുള്ള ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ബിരിയാണി പാത്രം അതിൻ്റെ മുകളിലിട്ട് ഹൈ ഫ്ലെയിമിൽ ദമ്മിന് വയ്ക്കുക. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് ദം ചെയ്യുക. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൊരിച്ച കോഴി ബിരിയാണി റെഡി. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അതിന് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം കറക്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.